എല്ലാവർക്കും SB വ്യൂസ് ആൻഡ് റിവ്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. തിരക്ക് പിടിച്ച നഗരങ്ങളിലേക്കോ ജനം തിക്കിത്തിരക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്കോ നയിക്കാതെ നിശബ്ദതയിലേക്കും ഏകാന്തതയിലേക്കും നയിക്കുന്ന റെയിൽ പാതകൾ. അങ്ങനെ ഒരിടം നിങ്ങൾക്ക് സങ്കല്പിച്ചു നോക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അതൊരു പക്ഷേ സിംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ചായിരിക്കാം. ഇവിടെ യാത്രകൾ അവസാനിക്കുന്നു, പക്ഷേ കഥകൾ അവസാനിക്കുന്നില്ല. അത് കാലത്തെ ചൂഴ്ന്നു നിൽക്കുന്നു. കിഴക്കൻ ബംഗാളിലെ മാൾഡ ജില്ലയിലാണ് സിംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഇത് വെറുമൊരു റെയിൽവേ സ്റ്റേഷൻ അല്ല, ഇന്ത്യയുടെ വൈവിധ്യമാർന്നതും വിസ്തൃതമായ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. പക്ഷേ ഇങ്ങ് സിംഗാബാദിലെത്തുമ്പോൾ ട്രാക്കുകൾ അവസാനിക്കുന്നു, പെട്ടെന്ന് നിലയ്ക്കുന്ന ശ്വാസം പോലെ. ഇന്ത്യയിലെ അവസാനത്തെ സ്റ്റേഷൻ എന്ന പേരിലാണ് സിംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയിലാണ് ഈ സ്റ്റേഷൻ. ചരിത്രപരമായ ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിലും വളരെ നിശബ്ദമായി ഈ സ്റ്റേഷൻ ഇന്ന് നിലകൊള്ളുന്നു. 1907 പണിത ഈ സ്റ്റേഷൻ പല മഹാന്മാരുടെയും യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും നേതാജി സുഭാഷ് ചന്ദ്രബോസും ഇതുവഴി കടന്നുപോയിട്ടുണ്ട്. കൽക്കത്തയെയും ധാക്കയെയും ബന്ധിപ്പിക്കുന്ന റെയിൽ ഇതുവഴിയായിരുന്നു കടന്നുപോയത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഇന്ത്യക്കും ധാക്കയ്ക്കും ഇടയ്ക്ക് വാണിജ്യത്തിനും യാത്രകൾക്കും ഈ വഴിയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത്. സിംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ വാസ്തുവിദ്യ ഭൂതകാലത്തിലേക്കുള്ള ഒരു ജാലകമാണ്. അതിൻ്റെ കൊളോണിയൽ കാലഘട്ടത്തിലെ ഘടനകളും ഉപകരണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ സിഗ്നൽ സംവിധാനങ്ങൾ, ടിക്കറ്റ് കൗണ്ടറുകൾ എന്നിവ ഒരു വ്യത്യസ്ത കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ഇവിടുത്തെ വാസ്തുവിദ്യാ പൈതൃകം ഇന്ത്യയുടെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിലെ കൊളോണിയൽ മുദ്രയുടെ അപൂർവതയായി നിലകൊള്ളുന്നു. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതിലൂടെ യാത്രാ വണ്ടികൾ ഓടുന്നില്ല, പക്ഷേ ചരക്ക് വണ്ടികൾ ഓടുന്നുണ്ട്. നേപ്പാളിലേക്കും അവിടെ നിന്നുമുള്ള ചരക്ക് വണ്ടികളുടെ ഒരു ട്രാൻസിറ്റ് പോയിൻ്റാണ് ഈ സ്റ്റേഷൻ. ഇന്ന് സിംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഭൂതകാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പ്ലാറ്റ്ഫോമുകൾ വിജനമാണ്, ടിക്കറ്റ് കൗണ്ടറുകൾ അടഞ്ഞു കിടക്കുന്നു. ഒരു കാലത്ത് ഡാർജിലിംഗ് മെയിലിൻ്റെ കനത്ത ശബ്ദത്തിൽ പ്രതിധ്വനിച്ചിരുന്ന ഈ സ്റ്റേഷൻ ഇന്ന് ഏതാനും ജീവനക്കാരെ കൊണ്ട് ജീവൻ നിലനിർത്തി പോവുകയാണ്. ഭൂമിശാസ്ത്രപരമായി ഏതെങ്കിലും പാസഞ്ചർ വണ്ടികളുടെ ഉത്ഭവസ്ഥാനമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനമോ അല്ലാത്തതിനാൽ ഈ സ്റ്റേഷനെ ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് വിളിക്കാറുണ്ട്. അത് രാജ്യത്തിൻ്റെ ഒരറ്റത്ത് ഒരു നിശബ്ദ കാവൽക്കാരനെ പോലെ അങ്ങനെ നിലകൊള്ളുന്നു. സമയം നിലച്ചുപോയ ഒരു സ്റ്റേഷൻ പോലെ. ഓരോ യാത്രയ്ക്കും ഒരു അവസാനമുണ്ടെന്ന് ഈ സ്റ്റേഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത തവണ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ അധികമാരും സഞ്ചരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ പരിഗണിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.